നമസ്കാരം. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിലേ നമ്മളീ ഓട്ടോഗ്രാഫ് മേടിക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് തുറന്ന് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അതൊക്കെ ഒരു മധുരമുള്ള അനുഭവമായിരിക്കും. ഏ കാരണം നമ്മൾ പഴയ ജീവിതത്തിലേക്കൊന്ന് നമ്മളൊന്ന് ചിറകടിച്ച് പറന്നു പോകും. അപ്പം ഞാനങ്ങനെ എൻ്റെ 10ാം ക്ലാസ്സിലേക്ക് നിങ്ങളുമായിട്ടൊന്ന് അങ്ങനെ ചിറകടിച്ച് പറക്കാൻ പോണേ. ഏ വേറെ ഒന്നുമല്ല, 10ാം ക്ലാസ്സിൽ എനിക്കൊരു ഓട്ടോഗ്രാഫിൻ്റെ അനുഭവമുണ്ട്. 10ാം ക്ലാസ് തീരുന്നതിന് 2 ദിവസം മുന്നേ അബ്ദുൾ ഷമീം എന്ന് പറയുന്നൊരു കുട്ടി എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് പഠിക്കും, ആൾ വേറെ കുഴപ്പമൊന്നുമില്ല, മിടുക്കനായിരുന്നു അബ്ദുൾ ഷമീം. ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്കവനെ. അപ്പോൾ ഒരു ദിവസം ഇവൻ ഈ ക്ലാസ് കഴിയുന്നതിന് 2 ദിവസം മുന്നേ മനോഹരമായൊരു ഓട്ടോഗ്രാഫ്, ഒരു വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ വളരെ നല്ലൊരു ഓട്ടോഗ്രാഫ് അവനെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് നിന്നിട്ട് ക്ലാസ് സാറിനോട് ചോദിച്ച്. ഞങ്ങളുടെ ക്ലാസ് സാറ് VC ജോസഫ് സാർ. ഞാൻ എറണാകുളം കലൂര് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ജോസഫ് സാറിനോട് അബ്ദുൾ ഷമീം എഴുന്നേറ്റ് സാർ എനിക്ക് ഓട്ടോഗ്രാഫ് ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. സാറിൻ്റെ എനിക്കൊന്ന് എഴുതി തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ അവൻ്റെ അടുത്തേക്ക് വിളിച്ച് എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിച്ച് വെച്ചിട്ട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് സാറ് എല്ലാ കുട്ടികളും ചോദിച്ച് ആർക്കെങ്കിലും ഓട്ടോഗ്രാഫ് എഴുതണമെന്ന് ചോദിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നില്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എഴുതിക്കാനായിട്ട്, പലരും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, നാളെ വരുമ്പോൾ ഓട്ടോഗ്രാഫ് ആർക്കൊക്കെ വേണമോ അവരെല്ലാവരും നാളെ വരുമ്പോൾ ആ ഓട്ടോഗ്രാഫ് കൊണ്ടുവരണം, ഞാനതിൽ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് അബ്ദുൾ ഷമീമിന് അവൻ്റെ ആ മനോഹരമായ വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞ ഓട്ടോഗ്രാഫ് സാർ തിരിച്ചു കൊടുത്ത് നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ് കഴിയുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ എനിക്കൊരാഗ്രഹം വന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കണമെന്നുള്ളത്. കാരണം അതുവരെ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും അത് മേടിക്കാനുള്ളൊരു സാമ്പത്തികം, അന്ന് ഒരു ഏറ്റവും കുറഞ്ഞ ഓട്ടോഗ്രാഫിന് 6 രൂപയൊക്കെ കൊടുക്കണം. അതുപോലും എന്താ പറയുക, വീട്ടിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലും ഞാൻ ഒഴിവാക്കിയിരിക്കണമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് അപ്പച്ചനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാൻ പൈസ വേണം. അപ്പോൾ അപ്പച്ചൻ പൈസ തന്നിട്ടുണ്ട്. ആ കടയിൽ പോയിട്ട് ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഒരു റെക്സീൻ കൊണ്ട് പൊതിഞ്ഞ ഒരു ഓട്ടോഗ്രാഫ്, അതിന് 6 രൂപയായിരുന്നു. അതൊക്കെ മേടിച്ച് നേരെ സ്കൂളിൽ പോയി. എന്നിട്ട് സാറ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എല്ലാവരും ഓട്ടോഗ്രാഫ് എൻ്റെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓട്ടോഗ്രാഫ് സാറിൻ്റെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് അബ്ദുൾ ഷമീമിൻ്റെ വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞതും വേറെ നല്ല മനോഹരമായ ഓട്ടോഗ്രാഫുകൾ, അതുപോലെ എന്താ പറയുക ഏറ്റവും വില കുറഞ്ഞ റെക്സീനിൽ പൊതിഞ്ഞ എൻ്റെ ഓട്ടോഗ്രാഫും, അങ്ങനെ എല്ലാം ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ അട്ടിയാക്കി ഇങ്ങനെ വെച്ചേക്കണേ അപ്പോൾ സാറ് എല്ലാവരും വെച്ചതിന് ശേഷം ഓരോ ഓട്ടോഗ്രാഫ് എടുത്ത് ഇങ്ങനെ തുറന്നു നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്ന് തുറന്നു നോക്കും, മാറ്റി വെക്കും, അടുത്തത് തുറന്നു നോക്കും, മാറ്റി വെക്കും. അങ്ങനെ തുറന്ന് മാറ്റി വെച്ച് ഇടയ്ക്ക് ഒരു ഓട്ടോഗ്രാഫ് എടുത്തിട്ട് അത് വേറെ മാറ്റി വെച്ച് വീണ്ടും അടുത്ത ഓട്ടോഗ്രാഫിൽ എടുത്ത് അങ്ങനെ മാറ്റി വെച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോഗ്രാഫ് മാത്രം ഒരു സ്ഥലത്തിരിക്കുന്നു, ബാക്കി എല്ലാ ഓട്ടോഗ്രാഫും ഒരുമിച്ച് സാറിൻ്റെ ടേബിളിൽ മറ്റൊരു സ്ഥലത്തിരിക്കണേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, സാറ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓട്ടോഗ്രാഫ് അതെൻ്റെ ആയിരുന്നു. അത് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിഞ്ഞത് അത് വില കുറഞ്ഞ 6 രൂപയുടെ റെക്സൈൻ കൊണ്ട് പൊതിഞ്ഞ ഓട്ടോഗ്രാഫായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. അപ്പം ഞാനിങ്ങനെ വിറക്കാൻ തുടങ്ങി, എൻ്റെ കൈകാലുകളൊക്കെ വിറക്കാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി എന്താണ് അതിൽ ഇങ്ങനെ മാറ്റി വെക്കാൻ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അറിയാണ്ട് ആരെങ്കിലും എന്തെങ്കിലും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ, ഞാനാകെ ടെൻഷനായി. അങ്ങനെ ഇരിക്കണേ. അപ്പോൾ സാറ് വേഗം തന്നെ ആ ഓട്ടോഗ്രാഫ് എടുത്ത് പൊക്കി പിടിച്ചിട്ട് ചോദിച്ചു ഇതാരുടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞ് സാറേ അത് എൻ്റെ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് എന്നെ ഇങ്ങനെ നോക്കി, എല്ലാ പിള്ളേരെയും നോക്കി. അപ്പോൾ ഞാനാകെ ടെൻഷനായി, ഞാൻ വിയർക്കാൻ തുടങ്ങി. എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ സാറ് പിന്നെ പറഞ്ഞ വാക്ക് അത് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറ് പറഞ്ഞത് ഞാൻ ഈ ഓട്ടോഗ്രാഫിൽ മാത്രമേ എഴുതൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാ പിള്ളേരും അന്തം വിട്ടുപോയി. അപ്പോൾ എൻ്റെ
വിറവലൊക്കെ അങ്ങോട്ട് നിന്ന് വേറെ എന്തോ ഒരു അവസ്ഥ എനിക്ക് അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അങ്ങനെ സാറ് പറഞ്ഞ് ഞാൻ തോമസിൻ്റെ ഓട്ടോഗ്രാഫിൽ മാത്രമേ എഴുതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർക്കൊക്കെ ആകെ എന്താ പറയേണ്ടത്, എന്താ കാര്യം എന്നറിയില്ല. അബ്ദുൽ ഷമീമൊക്കെ നോക്കിയിരിക്കണേ. അപ്പോൾ സാറ് പറഞ്ഞ് ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയാമെന്ന് ചോദിച്ചു. എൻ്റെ സാറ് പറഞ്ഞ് തോമസിൻ്റെ ഓട്ടോഗ്രാഫിൽ മാത്രം മറ്റാരെ കൊണ്ടും എഴുതിച്ചിട്ടില്ല. അതാദ്യം എന്നെക്കൊണ്ട് എഴുതിക്കാൻ എൻ്റെ കയ്യിലാണ് കൊണ്ടുവന്ന് തന്നത്. ബാക്കി എല്ലാവരുടെയും ഓട്ടോഗ്രാഫുകളിൽ നിങ്ങൾ കൂട്ടുകാരെ കൊണ്ടും പലരെ കൊണ്ടും അതിനകത്ത് എഴുതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മാത്രമേ എഴുതൂ എന്ന് പറഞ്ഞത്. എൻ്റെ സാറ് പറഞ്ഞ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് ആളറിഞ്ഞിട്ട് നമ്മളത് കൊടുക്കണം. അധ്യാപകരെ ബഹുമാനിക്കേണ്ടടുത്ത് അധ്യാപകരെ ബഹുമാനിക്കണം. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോയാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പാഠമായിരിക്കണം, എവിടെ പോയിട്ടുണ്ടെങ്കിലും. അങ്ങനെ സാറ് കുറേ നല്ല ഉപദേശങ്ങളൊക്കെ തന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാവരെയും ഉപദേശിക്കാനായിട്ട് ഞാനൊരു നിമിത്തമായി എന്നുള്ളതാണ്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നത്. പക്ഷെ എന്നിട്ട് സാറൊരു കാര്യം ചെയ്തിട്ടാ, ഇത് പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്ത് നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ 10ാം ക്ലാസ്സിൽ കിട്ടിയ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ആ സംഭവം കേട്ടാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കാൻ, എന്താ പറയുക, ഓർക്കുമ്പോൾ ഉള്ളിൽ കുളിര് ഇപ്പോഴും വരണ്ട് എനിക്ക്. ആ ക്ലാസ്സിൽ എന്താ പറയുക, അങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാനിത് പങ്കുവെക്കണേണ്. നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പങ്കുവെക്കാൻ പരസ്പരം കേട്ടാ. അപ്പോൾ അബ്ദുൽ ഷമീമിനെ ഓർക്കണേട്ടാ. എൻ്റെ പ്രിയപ്പെട്ട ജോസഫ് സാറിനെയും ഞാൻ ഓർക്കണേണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാറാണ് ജോസഫ് സാറ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറിനെ കേട്ടാ. ഓക്കെ.